രാഷ്ട്രങ്ങൾ അടിയന്തരമായി ചേർന്ന യോഗത്തിന് ശേഷം ഇതിനെ അപലപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇറാനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇറാൻ ഈ ചെറുത്തുനിൽപ്പ് എത്രമാത്രം സാധ്യമാകും ഈ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഘട്ടത്തിലെന്ന ചോദ്യം ഏറ്റവും പ്രസക്തമാകുന്ന മണിക്കൂറാണ്. എന്താണ് GCC രാഷ്ട്രങ്ങളുടെ യോഗത്തിലുണ്ടായിട്ടുള്ള തീരുമാനം? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാന്റെ തീരുമാനമായി വന്നിട്ടുള്ള ആദ്യത്തെ ഔദ്യോഗിക പ്രഖ്യാപനമാണ്. അതിൽ അവർ പറയുന്നത് ഈ യുദ്ധം തുടരും എന്ന് തന്നെയാണ്. ഇറാൻ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് അമേരിക്ക, ഇസ്രയേൽ, UK എന്നൊരു സഖ്യത്തിന് മേൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായും അറബ് രാജ്യങ്ങളിലുള്ള സമീപ രാജ്യങ്ങളുമായും ഒക്കെ തന്നെ ഒരു സംഘർഷത്തിൽ ഏർപ്പെടുന്ന നിലയാണ്. അവിടെയെല്ലാം തന്നെ അമേരിക്കയ്ക്ക് എയർബേസ് നൽകി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് വിവിധ രാജ്യങ്ങൾക്ക് മേൽ ഇപ്പോൾ ഇറാൻ്റെ ആക്രമണം നടക്കുന്നത്. കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ തുടങ്ങി നിരവധി രാജ്യങ്ങളിലേക്ക്, ദുബായിലും അതോടൊപ്പം തന്നെ സൗദിയിലും അടക്കം ആക്രമണം നീണ്ടു പോകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കപ്പൽ ആക്രമിച്ചതിൻ്റേതാണ്. ഇറാൻ ആക്രമിച്ച കപ്പലിൻ്റെ ദൃശ്യമാണ്. ഒമാൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കപ്പൽ. ഈ എണ്ണക്കപ്പലിനെ ഇറാൻ ആക്രമിച്ചതോടുകൂടി ഖത്തറും സൗദിയും ഇതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. അവർ അപലപിച്ചു. അതിനുശേഷം അടിയന്തരമായി GCC യോഗം ചേർന്നു. അത് ഗൾഫ് കൺട്രികളുടെ ഒരു കൂട്ടായ്മയാണ്, ഗൾഫ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ യോഗം ചേരുകയും ഇറാൻ്റെ നടപടികളെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അനാവശ്യമായ പ്രകോപനം പാടില്ല എന്നൊരു നിർദ്ദേശമാണ് ഇറാന് നൽകിയിട്ടുള്ളത്. അതിനർത്ഥം ഈ മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ നേരിട്ട് ഇറാനെ പിന്തുണയ്ക്കുന്ന, ഇറാന് ഏതെങ്കിലും സാമ്പത്തിക സഹായമോ ആയുധ സഹായമോ നൽകുന്ന നിലയില്ല. മറിച്ച് പാകിസ്ഥാനിൽ നിന്ന് മാത്രമാണ് ഇറാൻ അനുകൂലമായ ചില പ്രകടനങ്ങൾ ഉണ്ടാകുന്നത്. അതോടൊപ്പം ഗ്രീസിലും അങ്ങനെ ചില പ്രകടനങ്ങൾ, അവിടുത്തെ ആളുകളുടെ ഭാഗത്ത് നിന്ന് ചില ഇറാൻ അനുകൂല മുദ്രാവാക്യങ്ങളും പ്രകടനങ്ങളും ഉണ്ടായി എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലും ചില പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഇറാനെ ആക്രമിച്ച അമേരിക്കൻ നടപടിയെ അപലപിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPM-ൻ്റെ ഒരു പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പ്രതിഷേധ പ്രകടനം. ഇപ്പോൾ MV ഗോവിന്ദൻ ആ പ്രതിഷേധ പ്രകടനത്തിൽ സംസാരിക്കുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ നിലപാടെടുത്തുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രി 2 ദിവസം മുൻപ് ഇസ്രായേലിൽ അവരുടെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിരുന്നു. തീവ്രവാദത്തിനെതിരെയുള്ള നിലപാടുകളിൽ ഇരു രാജ്യങ്ങളും കൈകോർത്ത് മുന്നോട്ട് പോകുമെന്ന കാര്യം. ജനത മുമ്പോട്ടേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഭരണാധികാരി വർഗം അമേരിക്കക്കൊപ്പമാണ്, ഇസ്രായേലിനൊപ്പമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമുണ്ടാവേണ്ടതില്ല, ലോകത്തിനും തർക്കമില്ല. കാരണം 2 ദിവസം മുമ്പാണ് ഇസ്രായേലിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി തിരിച്ചു വന്നത്. 2 ദിവസം. അപ്പോഴാണ് അവിടെ ഈ യുദ്ധം ആരംഭിക്കുന്നത്, ഈ കടന്നാക്രമണം ആരംഭിക്കുന്നത്. അതിന് പിന്തുണ നൽകിക്കൊണ്ടാണ് അമേരിക്ക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുമ്പ് തന്നെ നിങ്കൂലമിട്ട് നിൽക്കുന്ന കപ്പലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശക്തമത്തായ രീതിയിലുള്ള യുദ്ധ ശ്രമങ്ങൾ ആരംഭിച്ചത്. അവരതിന്റെ ഭാഗമായിട്ട് ഇറാനെതിരായിട്ടുള്ള കടന്നാക്രമണത്തിന്റെ ഭാഗമായിട്ടുള്ള ആ പ്രതിരോധത്തെ അവർ പ്രതിരോധിക്കുമ്പോൾ അതിനെ അതിശക്തിയായിട്ട് പ്രതിരോധിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. ആയുധബലം കൊണ്ട് സ്വാഭാവികമായിട്ട് എന്തെല്ലാം പറഞ്ഞാലും, വാചകം എന്തെല്ലാം അടിച്ചാലും ഇറാന് അമേരിക്കയോട് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കയുടെ വിവിധ താവളങ്ങളെ, ഗൾഫ് മേഖലയിൽ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ മേഖലയിലുള്ള താവളങ്ങളെ ആക്രമിക്കാനാണ്. അതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതാത് രാജ്യത്തുള്ള ജനങ്ങളുടെ ജീവിതത്തെ ഉത്കണ്ഠപ്പെടുത്തുന്നതാണ്, പ്രത്യേകിച്ച് മലയാളികളുടെ. അപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തിന് നരേന്ദ്രമോദിക്ക് യാതൊരു കുലുക്കുമില്ല. കാരണം അവർ അമേരിക്കക്ക് അനുകൂലമാണ്. അവർ നിരന്തരമായിട്ട് ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഇസ്രയേൽ പോയപ്പോൾ കിട്ടിയ വലിയ സ്വീകരണം നമ്മുടെ വാർത്താമാധ്യമങ്ങളെല്ലാം വലിയ വാർത്തയായിട്ട് അവതരിപ്പിച്ചു. മുമ്പ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ലോകത്ത് ഒരു രാജ്യത്ത് മാത്രമാണ് ഇന്ത്യൻ പൌരന്മാർക്ക് പോകാൻ അനുവാദമില്ലാതിരുന്ന ഒരേ ഒരു രാജ്യം, അത് ഇസ്രയേലായിരുന്നു. പാസ്പോർട്ട് അടിക്കുമ്പോൾ പാസ്പോർട്ടിൽ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നു ഇസ്രയേലിൽ പോകാൻ പാടില്ല. അങ്ങനെ ഇസ്രയേലിലെ എല്ലാ തരത്തിലുള്ള നിലപാടുകളെയും അതിശക്തിയായിട്ട് എതിർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോയ ഒരു രാഷ്ട്രമാണ് ചേരിചേരായ്മയുടെ കേന്ദ്രമായിരുന്ന ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി സ്വീകരണം ഏറ്റുവാങ്ങി തിരിച്ചു വന്ന് ഡൽഹിയിലെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ
ഈ ഇറാനെതിരായിട്ടുള്ള കടന്നാക്രമണം ആരംഭിച്ചു. അതിനൊപ്പം തന്നെയാണ് അമേരിക്കൻ സാമ്രാജ്യത്വം അതിന്റെ ഒപ്പം നിൽക്കുന്നവരായിട്ട് മാറി ആ യുദ്ധത്തിന്റെ മുൻകൈ ഏറ്റെടുത്തത്. അമേരിക്കയുമായി ഇതേപോലെ തന്നെയാണ്. ഇരട്ട ചുങ്കം ചുമത്തിയാലും 100%, 125% ചുങ്കം ചുമത്തിയാലും ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല. മൗനം പൂണ്ട് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ട്രംപ് തന്നെ പറഞ്ഞു, ഈ നരേന്ദ്രമോദി എന്നെ സർ എന്ന് വിളിച്ചു. വലിയ പ്രതിഷേധം ഉയരുകയാണ്. നമുക്കറിയാം, ഇറാനിലേക്ക് ഇസ്രയേലും അമേരിക്കയും നടത്തിയ കടന്നുകയറ്റത്തിൽ CPM ശക്തമായി അപലപിക്കുന്നു. ഇപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ യോഗങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായി CPM സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുന്നതാണ് നമ്മൾ കേട്ടത്. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട്. അതേസമയം ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ രംഗത്ത് വരുന്നൊരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ഇറാൻ പക്ഷേ പിന്നോട്ടില്ല എന്ന സൂചന തന്നെ നൽകുന്നു. ആ മേഖലയിൽ ഇറാൻ ഒറ്റപ്പെട്ട സാഹചര്യമുണ്ട്. അമേരിക്കയും ഇസ്രയേലും യുദ്ധം അല്ലെങ്കിൽ ഈ സൈനിക നടപടികൾ തുടരും എന്നതിന്റെ സൂചനകൾ തന്നെ നൽകുമ്പോഴും ഇറാൻ പിന്നോട്ടില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇറാനിൽ 3-അംഗ കൗൺസിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഖമനേയിക്ക് പിൻഗാമിയെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എങ്ങനെ ചെറുത്തുനിൽപ്പ് തുടരാനാണ് ഇറാൻ തയ്യാറെടുക്കുന്നത്? രേണുക, അസാധാരണമായ സാഹചര്യമാണ്. കാരണം ഈ യുദ്ധം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരി കൊല്ലപ്പെടുക എന്ന ഒരു സംഭവം സാധാരണ നിലയിൽ നമ്മൾ നേരത്തേക്കുള്ള യുദ്ധത്തിൻ്റെയൊക്കെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. പലപ്പോഴും ഈ രാഷ്ട്രത്തലവന്മാരെയൊക്കെ പിടികൂടുന്നതിന് കുറെയെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരിട്ടുണ്ട്. ഇപ്പോൾ സദാം ഹുസൈൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് അൽ ഖ്വയ്ദയുടെയോ IS-ൻ്റെയോ ഒക്കെ വലിയ തലവന്മാരെ പിടികൂടുന്നതിന് വേണ്ടി വരുന്ന ഒരു കാലതാമസമുണ്ട്. ലാദനെയൊക്കെ എത്രയോ കാലം കാത്തിരുന്ന ശേഷമാണ് ഒടുവിൽ അമേരിക്ക വകവരുത്തുന്നത്. ഇവിടെ യുദ്ധം തുടങ്ങി 2-ാം ദിവസത്തിൽ തന്നെ ഖമേനി കൊല്ലപ്പെടുന്നു. ഖമേനി മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകളെല്ലാം കൊല്ലപ്പെടുകയാണ്. നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ നേതാവ് അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെടുകയാണ്. ഇതിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സെക്യൂരിറ്റി അഡ്വൈസർ ഉണ്ട്, അലി ഷംഖാനി. അദ്ദേഹം ഖമേനിയുടെ സെക്യൂരിറ്റി അഡ്വൈസറാണ്. അദ്ദേഹം കൊല്ലപ്പെടുന്നു. ഇറാൻ്റെ ആംഡ് ഫോഴ്സസിൻ്റെ ചീഫ് ആയ അബ്ദുൾ റഹിമാൻ മൗസാവി അദ്ദേഹം കൊല്ലപ്പെടുന്നു. പ്രതിരോധ മന്ത്രി കൊല്ലപ്പെടുന്നു. IRGC, അതായത് ഇറാൻ്റെ സൈനിക വിഭാഗമാണ്, അതിൻ്റെ കമാൻഡർ ഇൻ ചീഫ് കൊല്ലപ്പെടുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ യുദ്ധം തുടങ്ങി ആദ്യ മണിക്കൂറുകളിൽ കൊല്ലപ്പെടുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഉടൻ തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. യുദ്ധം നടക്കുന്നതിന് ആ സമയത്ത് തന്നെ ആയത്തുള്ള അറാഫി എന്ന ആത്മീയ ആചാര്യനെ ഇപ്പോൾ ഏറ്റവും പരമോന്നത നേതാവാക്കി കൊണ്ടുവന്നുള്ള തീരുമാനം വന്നു കഴിഞ്ഞു. മതപാഠശാലകളുടെ തലവനാണ് അദ്ദേഹം. അവിടെ അങ്ങനെ ഒരു നീക്കം നടക്കുമ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടത് നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു വാർത്താക്കുറിപ്പ്, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന. അതിൽ പറയുന്നത്, ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. അതായത് ഇവരെ കൊലപ്പെടുത്തി കഴിഞ്ഞു. ഇനി നിങ്ങൾ തെരുവിലിറങ്ങുക, നിങ്ങൾ പുതിയൊരു രാജ്യം സൃഷ്ടിക്കുക, നിങ്ങളുടെ ഒരു പ്രത്യേക ലോകം നിങ്ങൾ സൃഷ്ടിച്ചു കൊള്ളുക, അതിനുള്ള വഴി ഞങ്ങൾ തുറന്നിട്ട് കഴിഞ്ഞു. അതായത് കൃത്യമായി നമുക്കതിൽ നിരീക്ഷിക്കാൻ കഴിയുന്നത് ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് ഇറാനെ തള്ളിവിടുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം അതിന് ആ രാജ്യത്തിനുള്ളിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏത് കാര്യം പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവും. നേരത്തെ അമേരിക്കയുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടുള്ള പല രാജ്യങ്ങളിലും ആ തരത്തിൽ അമേരിക്ക അവിടെ ആഭ്യന്തര സുരക്ഷയെ അല്ലെങ്കിൽ ആഭ്യന്തര സമാധാനത്തെ തല്ലിക്കെടുത്തുന്ന തരത്തിൽ, ഡിവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള, ആളുകളെ വിഭജിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേ തന്ത്രം തന്നെയാണ് ഇപ്പോൾ നെതന്യാഹു എടുത്തിട്ടുള്ളത്. അതിനെ മറികടക്കണമെങ്കിൽ തീർച്ചയായും ഒരു ദേശീയവാദം ഉയർന്നു വരണം. ഇറാനെ പോലുള്ള ഒരു രാജ്യത്തിൽ ഒരു മത നേതാവ് ആ ദേശീയവാദത്തിന് ഊന്നൽ നൽകണം. എങ്കിൽ മാത്രമേ ജനങ്ങളെ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ എന്ന ഒരു തോന്നൽ ഇപ്പോൾ 3 പേർ ഉൾപ്പെട്ട ഒരു സമിതിയാണ് ഈ താൽക്കാലിക അധികാര കേന്ദ്രമായി മാറിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് അറാഫി, മതപഠനശാലകളുടെ തലവനായിട്ടുള്ള അറാഫി, ഇറാൻ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ചീഫ് ജസ്റ്റിസ്. ഈ 3 പേരടങ്ങുന്ന സമിതിയാണ് തൽക്കാലത്തേക്ക് അവിടെ ഭരണം നിയന്ത്രിക്കുക. യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഇറാൻ തയ്യാറല്ല എന്നത് മാത്രമല്ല, മറ്റ് അറബ് രാജ്യങ്ങളെ കൂടി ആക്രമിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, സൗദി,
ഒപ്പം തന്നെ ദുബായിൽ അല്പം മുൻപും ഇറാന്റെ ആക്രമണം നടന്നു. അവിടെ ഗ്ലോബൽ വില്ലേജ് താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. ഫ്ലൈറ്റ് സർവീസുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. UAE-യിൽ ഇപ്പോൾ തന്നെ വർക്ക് അറ്റ് ഹോം എന്ന നിലയിലേക്കുള്ള പ്രഖ്യാപനം വന്നു. അതായത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തീർച്ചയായും എന്തായാലും തിരിച്ചടിക്കാനുള്ള നീക്കം എന്ന് പറയുന്നത് തങ്ങളുടെ അവകാശമാണ് എന്നതാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ ഉൾപ്പെടെ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. കനത്ത തിരിച്ചടിക്ക് തന്നെ ഇറാൻ തയ്യാറെടുക്കുന്നു. അതിന് അയത്തുള്ള അറാഫി എന്ന പുതിയ താൽക്കാലിക നേതൃത്വം നൽകും എന്ന കാര്യം കൂടിയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അയത്തുള്ള അറാഫിക്കാണ് താൽക്കാലിക ചുമതല ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. എന്തായാലും പിന്നോട്ടില്ല എന്ന സൂചനകൾ തന്നെയാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്.